ഞാൻ ചേച്ചിയുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാണ്. എനിക്ക് വേണ്ട, ഞാൻ വേറെ ചാനൽ നോക്കി ചെയ്തോളാം. എന്തുകൊണ്ട് രശ്മി ചേച്ചി ഫോർക്ക് കൊടുത്തില്ല? നമസ്കാരം, ഞാൻ രശ്മി. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനുവേണ്ടി വന്നതാണ്. നല്ല സുഖമില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ ബെഡിലായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ടേ ഉള്ളൂ എണീറ്റിട്ട്. എന്നാലും കംപ്ലീറ്റ് അങ്ങോട്ട് റിക്കവറി ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ഊട്ടിയൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സൈഡായതാണ്, വർക്ക്ഷോപ്പിൽ കയറിയതാണ്. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം അങ്ങനെ ഇതുപോലെ വരാറുണ്ട് കേട്ടോ. എന്ന് വിചാരിച്ച് ഞാൻ യാത്രകളൊന്നും അങ്ങനെ മുടക്കാറില്ല. നമ്മുടെ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട സമയങ്ങളൊക്കെ പറ്റുമെന്നാണെങ്കിൽ പോകാറുണ്ട്. അത് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മൾ കാരണം അങ്ങനെ ഒരു സന്തോഷം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അതുപോലെ എനിക്കും സന്തോഷം തന്നെയാണ് അങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ വീഡിയോ മുടങ്ങണ്ടെന്ന് വിചാരിച്ച് ജോയിൻസ് റെയിൻബോ കേക്ക് മോളെ കൊണ്ട് ചെയ്യിച്ചിട്ട് വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് കുറച്ച് പരാതിയും പരിഭവവും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം മാത്രമല്ല, മുമ്പേ മുതലേ പറയുന്നതാണ്. ചേച്ചി, ഞാൻ പറയുന്ന വീഡിയോ മാത്രം ഇടുന്നില്ല, ഞാൻ പറയുന്ന റെസിപ്പി മാത്രം ഇടുന്നില്ല, ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, എന്നിട്ടും ഇടുന്നില്ല, എന്നെ എന്താണ് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ, എന്നെ അവോയ്ഡ് ചെയ്യാണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹത്തോടെ ചോദിക്കുന്നവരുണ്ട്, അല്ലാതെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ 10 പ്രാവശ്യമായിട്ട് ചോദിക്കുകയാണ്, ഇനി ഞാൻ ചേച്ചിയുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാണ്, എനിക്ക് വേണ്ട, ഞാൻ വേറെ ചാനൽ നോക്കി ചെയ്തോളാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോകുന്നവരുണ്ട്, ബോയ്ക്കോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഇപ്പൊക്കെ ചെയ്യുന്നവരോട് എനിക്കിപ്പോൾ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അങ്ങനെ പോകുന്നവർ പോട്ടെ എന്ന് വെക്കാനേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ അങ്ങനെ പോകുന്ന സമയത്ത് അയ്യോ പോകല്ലേ എന്നൊന്നും പറയാൻ എനിക്ക് അറിയില്ല. പിന്നെ അങ്ങനെയുള്ളവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അൺസബ്സ്ക്രൈബ് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ എപ്പോഴും എന്തൊക്കെ വന്നാലും നമ്മുടെ കൂടെ നല്ല ചങ്കായിട്ട് നിൽക്കുന്നവരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഒരുപാട് റിക്വസ്റ്റുകളാണ് വരുന്നത്. പുൾമിയപ്പ് ഡോൾ കേക്ക് ചെയ്യണം, ഫോട്ടോ പ്രിന്റ് കേക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, ഞാനിതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി റിക്വസ്റ്റ്, ഒരുപാട് കേക്കുകളും അല്ലാത്ത റെസിപ്പീസും ഐസ്ക്രീമിൻ്റെ ആണെങ്കിലും ഡ്രിങ്ക്സിൻ്റെ ആണെങ്കിലും എല്ലാം എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അതെല്ലാം നോട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതെല്ലാം ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഫോണ്ടന്റ് ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഓൾറെഡി ഈ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അത് എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല, അങ്ങനെ അത് അവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് ഉടനെ തന്നെ ഈ വീഡിയോ ഇടാം. അപ്പം അതൊക്കെ വൈകാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ ഇതുപോലെ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം അതെനിക്ക് അസുഖമാണ് എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കാത്തത്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഗ്യാപ്പ് വരും. റെസിപ്പീസൊക്കെ ചെയ്യാനായിട്ട് 1-2 ആഴ്ചയൊക്കെ ഗ്യാപ്പ് വരും. ആ സമയത്ത് ചിലപ്പോൾ പഴയ റെസിപ്പീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റെസിപ്പീസ് വൈകാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. പിന്നെ ഉള്ള ഒരു കാരണം എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റേതായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള റെസിപ്പീസ് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ ഉണ്ടാക്കി നോക്കി 100% പെർഫെക്ഷൻ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അതെന്തോ എൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ റെസിപ്പീസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി എനിക്ക് എന്ത് വേണമെങ്കിലും റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാം അല്ലേ. പക്ഷേ അത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പെർഫെക്ഷൻ വന്നതിന് ശേഷം മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ വൈകുന്ന കുറച്ച് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് കാലം മുമ്പേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. സത്യം എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നും. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് തീർച്ചയായിട്ടും അത് എനിക്ക് സക്സസ് ആകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ആയി കഴിയുമ്പം ഞാനത് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യും. അല്ലാതെ ആരെയും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ആരെയും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളെല്ലാം എൻ്റെ സ്വന്തം തന്നെയാണ്. അത്രയധികം എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണുള്ളത്. ഇത് മിക്കവാറും എല്ലാ പോസ്റ്റുകളും ഇടുമ്പോൾ തന്നെ അതിൽ ലവ് യു ഓൾ എന്നും അല്ലെങ്കിൽ ലവ് യു ഡിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. വെറും ഭംഗിവാക്കല്ല അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണത്. എല്ലാവരോടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതെനിക്ക് തോന്നുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ എഴുതാറുള്ളൂ. അല്ലാതെ വെറുതെ ഒരു ഭംഗിവാക്കായിട്ട് എഴുതുന്നതല്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ റെസിപ്പീസ് വൈകുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കും എന്ന് കരുതുന്നു. പിന്നെ കമൻസിന് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് കുറച്ച് പേര് പരാതി പറയുന്നുണ്ട്. കമൻസിന് കഴിയുന്നത്രയൊക്കെ റിപ്ലൈ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ബേക്കിങ്ങിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ
പറ്റുന്നതുപോലെ കൊടുക്കാറുണ്ട്. ഇരുന്ന് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കൊടുക്കാൻ പറ്റത്. അപ്പം ഞാൻ വിചാരിച്ചു അത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അത് വേണമെങ്കിൽ ഇനി ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല, അങ്ങനെ സംശയമുള്ളവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഫാമിലി എന്നൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു കാര്യമാണത്. അത്രയധികം പോസിറ്റിവിറ്റിയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും ഒക്കെ ഉള്ള നമ്മുടെ ചിക്കൂസ് ഡൈൻ ഫാമിലി മെമ്പേഴ്സാണത്. അപ്പോൾ അവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയം പറയുമ്പോൾ, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഓടി വന്ന് അവരെ അങ്ങ് എന്താ പറയുക, എടുത്തങ്ങ് പൊക്കുന്ന പോലെ അത്രയധികം സപ്പോർട്ട് അവർക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ കയറി നോക്കാറുണ്ട്, കമൻസ് പോസ്റ്റുകളൊക്കെ ഓടിച്ച് വായിക്കാറുണ്ട്. കാരണം നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമ്മൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ കയറുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനങ്ങനെ കേക്ക് ബേക്കിംഗ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ അങ്ങനത്തേലൊന്നും ഞാൻ മെമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഞാൻ വിചാരിച്ച എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ ആയിരിക്കുന്നതാണ്. പക്ഷെ പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സൊക്കെ അവരുടെ കമന്റ്സ് ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല, ഇത്രയും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷം. അതിലെ മെമ്പേഴ്സിനെ ആലോചിച്ചിട്ട് അഭിമാനമുണ്ട്. ഞാനത് അവരോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ സംശയമൊക്കെ ഉള്ളവർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഇതുപോലുള്ള കമന്റ്സ് മാത്രമല്ല, നല്ല പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ഒത്തിരി വരുന്നുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും വായിക്കുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊക്കെ എൻ്റെ എന്തോ കഴിവുകൊണ്ടാണെന്നോ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നോ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. അത് എഴുതുന്ന ആളുടെ നല്ല മനസ്സാണ് എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് വളരെ നെഗ്ലിജിബിളേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ചിന്തിക്കാറ്. അത് അവരുടെ എന്തോ പ്രശ്നം കൊണ്ടാണ്, എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് എന്നെ വലിയ രീതിയിൽ ബാധിക്കാറില്ല. കണ്ടിട്ട് ചിരിച്ചിരിച്ച് തള്ളാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഞാനത് മോളെ കാണിക്കും, സൈത്തേട്ടനെ കാണിക്കും, ഞങ്ങൾ മൂന്നുപേരും കൂടെ ചിലപ്പോൾ ചിരിച്ച് അതങ്ങനെ അങ്ങ് പോവും. അത്രയേ ഉള്ളൂ. അങ്ങനെ അതുപോലെ വരുന്ന വേറെ കമൻറ്റാണ്, വീഡിയോ പബ്ലിഷ് ആയിട്ട് 1 മിനിറ്റ് പോലും ആയിട്ടില്ല, അതിനു മുമ്പ് ഡിസ്ലൈക്കോ 2 ഡിസ്ലൈക്ക് അതിന് മുമ്പ് തന്നെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അതൊക്കെ നമ്മുടെ ചങ്കുകളാണ് കേട്ടോ പറയുന്നത്. അത്രയും നമ്മളെ സ്നേഹമുള്ളവരാണ്. അപ്പം നമ്മൾ അത്രയും അധികം വാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉള്ളവരാണ് അതൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞു തരുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ഇപ്പോൾ ഡിസ്ലൈക്ക് ചെയ്യുന്നവർ ഡിസ്ലൈക്ക് ചെയ്ത് പോട്ടെ, അവർക്കിപ്പോൾ അത്രയും ഇതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് സന്തോഷിച്ച് പോട്ടെ. നമുക്ക് അത്രയൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. കാരണം വീഡിയോ തുടങ്ങിയിട്ട് പോലുമില്ല, അതിനു മുമ്പ് തുടക്കത്തിൽ തന്നെ ഡിസ്ലൈക്ക് അടിക്കണമെങ്കിൽ അത് അവരുടെ എന്തോ പ്രോബ്ലം അല്ലേ? തീർച്ചയായിട്ടും അതെ, അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒട്ടും ഒരു 1% പോലും വിഷമം തോന്നിയിട്ടില്ല. പിന്നെ യൂട്യൂബ് ഇതൊക്കെ ഒരു ക്ലിക്കായിട്ടേ കണക്കാക്കുള്ളൂ. അവരറിയുന്നില്ല, അവരറിയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള കാര്യം. അപ്പം അതുപോലെ പല യൂട്യൂബേഴ്സും പറയുന്നത് കേട്ടിട്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം എന്നൊക്കെ. അത്രയുള്ളൂ അതിൻ്റെ ഒരു കാര്യം. അപ്പം അത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പുണ്ട് എനിക്ക്. കുറച്ച് പേര് ചോദിച്ച ഒരു കമന്റ്സിന് ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ലക്ഷ്മി എന്ന പേരുള്ള ഒരാളെ ചോദിച്ചതാണ്, ചേച്ചിയുടെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഓടി വരും, എഗ്ലെസ് കേക്ക് ആണ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഓടി വരുന്നത്. അപ്പോൾ എഗ്ലെസ് കേക്ക് ആയിരിക്കില്ല, എനിക്ക് വിഷമാവും, എന്നാലും ചേച്ചിയുടെ റെസിപ്പീസൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നതിൽ. എഗ്ലെസ് കേക്ക് വാനില കേക്കിന്റെയും ചോക്ലേറ്റ് കേക്കിന്റെയും ബേസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ കേക്കുകൾക്കും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വെച്ചത്. കാരണം ഒരുപാട് പേര് അങ്ങനെ എഗ്ലെസ് കേക്ക് പ്രിഫർ ചെയ്യുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അത് ഞാൻ ഇടാത്തത്. കാരണം അല്ലാതെ തന്നെ ഒത്തിരി റിക്വസ്റ്റുകളാണ്, ഒത്തിരി ആവശ്യങ്ങളാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് അത് ഞാനങ്ങനെ ഇടാതെ ആയി പോകുന്നത്. എന്നാലും ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും കേട്ടോ. പിന്നെ ഉള്ള ഒരു കമന്റ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചിക്കൂസ് ഡൈൻ ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞു കുറച്ച് കുട്ടികൾ വന്നിരുന്നു. അവർക്ക് ഞാൻ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേക്ക് കൊടുത്ത സമയത്ത് എന്തുകൊണ്ട് രശ്മി ചേച്ചി ഫോർക്ക് കൊടുത്തില്ല എന്നതായിരുന്നു സംശയം പലർക്കും. അപ്പോൾ ഞാൻ ഫോർക്ക് കൊടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനു മുമ്പ് ഇതുപോലെ വേറെ കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഫോർക്കൊക്കെ വെച്ചിട്ടാണ് കേക്ക് കൊടുത്തിരുന്നത്. ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അവർ ആ ഫോർക്ക് വെച്ച് കഴിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. കാരണം ഞാൻ ആ ഫോർക്ക് കൊടുത്തതുകൊണ്ട് അവർക്ക് അത് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഫോർക്ക് വെച്ച് കഴിക്കണമെന്ന് വിചാരിച്ച് അവർ അതുകൊണ്ട് ട്രൈ ചെയ്യുന്നു. അവർക്കാണ് അതങ്ങോട്ട് വായിലോട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് കണ്ടു. അപ്പം ആ ഫോർക്ക് ഇല്ലാതെ കൈകൊണ്ട് കഴിക്കാമല്ലോ, നമ്മളെല്ലാം
എല്ലാ ഭക്ഷണവും കൈകൊണ്ട് തന്നെയല്ലേ കഴിക്കുന്നത്. അപ്പം എന്താ കൈകൊണ്ട് കഴിക്കുന്നതിന് ഇത്രയ്ക്ക് അത് മോശമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കൈകൊണ്ട് കഴിക്കാൻ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതൊരു കാണുന്നവർക്കൊരു ഇഷ്ടക്കേടായിരിക്കും. അതുകൊണ്ടാണ് ഫോർക്ക് വെച്ച് കഴിക്കുന്നില്ലെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ എല്ലാ ഭക്ഷണവും കൈകൊണ്ട് കഴിക്കുന്നത്. അതുപോലെ കേക്കും കൈകൊണ്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫോർക്ക് കൊടുക്കാഞ്ഞത്. അപ്പം അല്ലാതെ ഇപ്പോൾ ഒരു കേക്ക് കൊടുക്കാമെങ്കിൽ എനിക്ക് എന്താ ഇപ്പോൾ ഒരു ഫോർക്കും കൂടെ കൊടുത്താൽ കഴിക്കാനായിട്ട്. അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ കൊടുക്കാതിരുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ വന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ വീഡിയോ കാണുന്നത്, ചേച്ചിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് നല്ല 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 റെസിപ്പികളുണ്ട്, എല്ലാം ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ചേച്ചിയുടെ സബ്സ്ക്രൈബർക്ക് കൗണ്ട് കണ്ടിട്ടാണ്. ഞാൻ വിചാരിച്ചു 1 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഇത്രയും കുറവ് സബ്സ്ക്രൈബേഴ്സ് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലിപ്പോൾ പറയാനായിട്ട് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാ സബ്സ്ക്രൈബേഴ്സും കൂടെ ഉള്ളവരെല്ലാവരും എന്ന് പറയുന്നത് ജമ്മാണ്. അത്രയധികം വിലപ്പെട്ടവരാണ്, അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നവർ, അത്രയധികം സ്നേഹമുള്ളവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. ഉള്ളതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമായിരിക്കും, ഓരോരുത്തരും ഒക്കെ പറഞ്ഞൊക്കെ അറിഞ്ഞൊക്കെ കൂടുമായിരിക്കും. അത് കൂടുമ്പോൾ കൂടട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കമൻസിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് പേര് അങ്ങനെ പല കാര്യങ്ങളും, പലരും പല അഭിപ്രായം പറയും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായമല്ലേ പറയുന്നത്. അപ്പോൾ ഞാനത് ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറയുമ്പോൾ അത് അവരുടെ നല്ല മനസ്സാണെന്നേ കരുതാറുള്ളൂ. അത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പറ്റി മറ്റുള്ളവരെന്തെങ്കിലും മോശമായിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും അത് ഹേർട്ടാവും നമ്മളെ. പക്ഷെ അങ്ങനെ ഹേർട്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ അവരുടെ നെഗറ്റീവ് കൊണ്ടാണെന്ന് ചിന്തിച്ച് നമുക്കതങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ആദ്യം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്ന സമയത്ത് അത് അവരുടെ നന്മ കൊണ്ടാണ്, അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതേ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ച് പോകും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സുഖമാണ്. കാരണം നമ്മളെ നെഗറ്റീവായിട്ടുള്ള മറ്റുള്ളവർ മോശമായിട്ട് പറയുന്നത് നമ്മളെ ഒരുപാട് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയല്ലേ. അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. അവരവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, നമ്മൾ പൊങ്ങും താഴും ഒക്കെ ഇരിക്കും. അങ്ങനെയല്ലല്ലോ നമ്മൾ ഇരിക്കേണ്ടത്. അപ്പോൾ ഡോണ്ട് ബി എ ഫുട്ബോൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ എന്ന് കേട്ടിട്ടില്ലേ? അതാണ്, മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മാറാതെ ഇരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.